ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇഡ്ഡലി വെച്ചിട്ട് നല്ലൊരു ഇഡ്ഡലി ഉപ്മ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാനൊരു 6 ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് രാവിലെ ഉണ്ടാക്കിയതിൽ ബാക്കി വന്നതാണ്. അതിൻ്റെ കൂടെ വേണ്ട സാധനങ്ങൾ: 4 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1 വറ്റൽമുളക്, 2 പച്ചമുളക്, 1 സവാളയുടെ പകുതി, 1 കപ്പ് ക്യാരറ്റ് മുറിച്ചത്, 1 കപ്പ് ബീൻസ് മുറിച്ചത്. ഇത്രയും വെച്ചിട്ട് നമുക്കൊരു നല്ല ഇഡ്ഡലി ഉപ്മ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ആദ്യം ഇഡ്ഡലി ഇതുപോലെ പൊടിയായിട്ട് കൈ വെച്ച് പിച്ചി ഒന്നിട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ പിച്ചിയിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഉപ്മാവിന് സൈഡ് ഡിഷ് ഒന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ബാക്കി വന്ന ഇഡ്ഡലി അതേപോലെ കഴിക്കാനും മടിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു മേക്ക് ഓവർ വളരെ നല്ലതാണ്, ട്രൈ ചെയ്യണം കേട്ടോ. ഇഡ്ഡലി നമ്മൾ പൊടിച്ചു, ബാക്കി കൂടെ ഇതുപോലെ പൊടിച്ചെടുത്ത് വരാം. കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി എല്ലാം നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഉപ്മ ഉണ്ടാക്കി തുടങ്ങാം. അതിലേക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ബാക്കി 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നെയ്യ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് മാത്രം ചേർത്താലും മതിയാകും. എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക്. കടുക് ഒന്ന് നന്നായി പൊട്ടട്ടെ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കടലപ്പരിപ്പും, ഇത് ഓരോ ടീസ്പൂണുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ഉപ്മാവിൽ ഇടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഈ മൂന്നും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ട് പരിപ്പൊക്കെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്രഷ് കറിവേപ്പിലയാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1 വറ്റൽമുളകും 2 പച്ചമുളകും. ഇത് എരിവുള്ളതാണ്. എരിവ് എത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാലും മതിയാകും. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നവരെ. മുളക് മൂത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയായി മുറിച്ച ഇഞ്ചിയാണ്, ഒരു 1/4 ഇഞ്ച് കഷ്ണം, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതും കൂട്ടിയിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചെറുതായി മുറിച്ചത്, അതും കൂടി ചേർക്കാം. സവാള ചെറുതായി മൂത്ത് കളർ ഒന്ന് ചേഞ്ചായി വരണം. ആ സമയത്ത് ബാക്കി ചേരുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി മൂത്ത് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് 1 കപ്പും ബീൻസ് 1 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം. ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് മാത്രം ഉപ്പ് മതിയാകും, ഒരു 1/4 ടീസ്പൂണിൽ കുറവ്. ഇഡ്ഡലിയിൽ ആൾറെഡി ഉപ്പുണ്ടല്ലോ, അത് മതിയാകും. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ഈ എണ്ണയിൽ തന്നെ പച്ചക്കറി വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. വെന്തതിൻ്റെ മതിയാകും. പച്ചക്കറി നമ്മുടെ കയ്യിലുള്ളത് ചേർക്കാം കേട്ടോ. കോളിഫ്ലവറോ ക്യാബേജോ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ഇഡ്ഡലി അതുകൂടി ചേർത്ത് കൊടുക്കാം. ആറ് ഇഡ്ഡലിയാണ്, അപ്പോൾ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിൽ.
ഇനി ഇഡ്ഡലിയും വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേകാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. അതിനു മുമ്പ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇഡ്ഡലിയും വെജിറ്റബിൾസൊക്കെ ആയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തുറക്കാം നമുക്ക്. ഇഡ്ഡലിയും വെജിറ്റബിൾ മിക്സും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇഷ്ടമാണെങ്കിൽ മാത്രം തേങ്ങ കുറച്ച് ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷായിട്ട് ചിരകിയതാണ്. അതുകൊണ്ട് തന്നെ അതിനി വേകണമെന്നൊന്നുമില്ല, ചൂടാകണമെന്ന് പോലും ഇല്ല. ഇതിൻ്റെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഡിഷിലേക്ക് മാറ്റാം. മിക്സ് ചെയ്തു. ഇനി ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണേ. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ഒരു ടേസ്റ്റും ഉണ്ട് ഇതിന്. വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇഡ്ഡലി ഉപ്മാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, പെട്ടെന്ന് നമ്മളൊരു സൂപ്പർ ടേസ്റ്റി ഇഡ്ഡലി ഉപ്മാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇനിയും സപ്പോർട്ട് ചെയ്യുക എന്നെ. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.